എല്ലാ കാലവും മാറുന്നതുപോലെ സാമൂഹ്യ മാധ്യമ കാലവും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മക്കൾ ജയിക്കുന്നത്, ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ ബർത്ത്ഡേ, എന്തെങ്കിലും ജോലി കിട്ടുമ്പോൾ ജോലിയിൽ പ്രവേശിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങളായിരുന്നു, വാർത്തകളായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി പുതിയ കാണാൻ ഒരുപാട് ആളുകൾ വായും പിളർന്നിരിക്കുന്നത് കൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള വൈരുദ്ധ്യാത്മക അല്ലെങ്കിൽ മൃദുല മാംസള നിബദ്ധമായതുണ്ടോ അതെല്ലാം ഇടുകയും എഴുതുകയും ചെയ്യുന്നതൊരു വലിയ വിനോദമാണ്. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം TT ഫാമിലി പോലും, എനിക്കറിയില്ല, ആകെ അറിയാവുന്നവരുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി, ഒരു പ്രായമായ സ്ത്രീയെ ഒരു ചെറുപ്പക്കാരനായ ഒരാൾ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ചതുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിൻ്റെ ചലനങ്ങളും വാർത്തകളും നടക്കലും ഇരിക്കലും പാൻറിടലും ഒക്കെയാണ് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടാൽ തോന്നുന്നത് ഈ രാജ്യത്ത് വലിയ പുരോഗമനാത്മകമായ, ഒരുപാട് മനുഷ്യർക്ക് ഉപകാരപ്രദമായ, സമൂഹത്തിൽ ഒരുപാട് മാറ്റമുണ്ടാക്കുന്ന, സാമൂഹ്യ നവോത്ഥാനത്തിന് കളമൊരുക്കുന്ന എന്തോ മഹത്തായ കാര്യം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ചെയ്തു എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്ന് വെച്ചാൽ ഈ പറയുന്ന സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടമോ ചൂഷണങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയോ ഒക്കെ ആയിട്ട് അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തു. അത് സന്തോഷം, അവരിഷ്ടത്തിന് ജീവിക്കട്ടെ, അവരുടെ തീരുമാനം, അതൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ്. അതിലൊന്നും കുഴപ്പമില്ല. അങ്ങനെ കെട്ടുന്നതുകൊണ്ട് ഒരാളിനെ വെച്ചിട്ട് പ്രായം കൂടിയ ആളിനെ ചെറുപ്പക്കാരൻ കെട്ടിയോണ്ടൊന്നും ദോഷമില്ല. ആകെ അതിനെക്കുറിച്ച് ദോഷമുണ്ടെന്ന് പറയുന്നത്, ഈ പ്രവാചകൻ്റെ പത്നിയുടെ പ്രായം പറഞ്ഞ് ഒരുപാട് വിദ്വേഷികളായ നമ്മുടെ പൂശാണ്ടി ആരിഫിനെയൊക്കെ പോലെയുള്ള വൃത്തികെട്ടവന്മാർ പറയുമ്പോൾ അങ്ങനെ പറയുന്നു എന്നല്ലാതെ ഇതൊക്കെ മനുഷ്യൻ്റെ ഇഷ്ടമാണ്, പ്രായവും പ്രണയവും വിവാഹവും ഒക്കെ. പക്ഷേ അതിനെക്കുറിച്ച് ഇപ്പോൾ വന്നൊരു പരാതി, അവരുടെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ അമ്മാവന്മാർ ഒരുപാട് കമൻ്റ് ഇടുന്നു, വളരെ മോശം കമൻറ്റുകൾ, എന്തൊക്കെയോ കമൻറ്റുകൾ ഇതിനകത്തുണ്ട്. ആ കമൻറ്റുകൾ എന്തൊക്കെയാണെന്നൊന്നും ഞാൻ അത്ര പെട്ടെന്ന് വായിച്ചു നോക്കിയില്ല. വളരെ ആത്മാർത്ഥതയും ഒരുപാട് നീതിബോധവും സാംസ്കാരിക ഔന്നിത്യവും ഒക്കെയുള്ള ഒരു പ്രൊഫൈലിൽ നിന്ന് അതിനെ കളിയാക്കിയിരിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഈ ക്രിസ്ത്യനും ഭാര്യയും തമ്മിൽ വിവാഹം കഴിച്ച വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നത് കണ്ടപ്പോൾ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്, ഇവരെ ആക്ഷേപിക്കുന്നതെന്നൊക്കെ തോന്നി. പിന്നെ തോന്നി എന്താണെന്നറിയോ, എവർക്കിതൊരു വലിയ സന്തോഷമാണെന്ന് എനിക്ക് തോന്നി. ഈ അകാലത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സംഗതിയിലോ ഒക്കെ ഈ മാനസിക നിലയൊക്കെ ആകെ തെറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എന്തിടുന്നതും അങ്ങ് ഭയങ്കര സന്തോഷമായി കണ്ട്, ഇപ്പോൾ TT ഫാമിലിയിലെങ്ങാണ്ട് കുട്ടി ജനിച്ചില്ല, അതിൻ്റെ പ്രക്രിയ തുടങ്ങി എന്ന വിവരം പോലും സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തറിയിക്കുകയാണ്. അതായത് ഇന്നലെ ആ പ്രക്രിയയിലേക്ക് ഞാൻ പ്രവേശിച്ചു, എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് വന്ന് ചീത്ത വിളിക്കും. സ്വാഭാവികമല്ലേ? ഈ ചീത്ത വിളിക്കുന്നവരാരാ? കുറച്ച് പേരിനകത്ത് സുഖം കിട്ടുന്നവരാണ് ചീത്ത വിളിക്കുന്നത്. അല്ലാത്തവരൊക്കെ ഒരുമാതിരി ഒരുമാതിരിയിലെ മറ്റേടത്തെ പണിയെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞേച്ചങ്ങ് പോവും. അപ്പോൾ അതിൻ്റെ അടിക്ക് വന്ന് ചീത്ത വിളിക്കുന്നതിനെ അധാർമികമായി പറഞ്ഞുകൊണ്ട് മറ്റു കുറേ പോസ്റ്റ്. അതുപോലെ തന്നെ മറ്റൊരു രണ്ടുകൂടെ കല്യാണം കഴിച്ചത്, അവർ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഈ പള്ളിക്കുടുത്തി പഠിക്കുന്ന കാലത്ത് ഈ തുണ്ട് പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഇങ്ങനെയൊക്കെ കാണിച്ച് അവരുടെ പോസ്റ്റിനടിയിൽ ആളുകൾ എഴുതുന്നത് കാണുമ്പോൾ ഈ പറയുന്നവർക്ക് കിട്ടുമായിരിക്കും. ആർക്ക്? ഇങ്ങനെ ഈ പോസ്റ്റിന് വേണ്ടി ഈ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നവർക്കും ഈ പ്രക്രിയ തുടങ്ങി എന്ന് പറയുന്നവർക്കുമൊക്കെ കിട്ടുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കിട്ടട്ടെ, അണ്ണാ കുഞ്ഞും തന്നാലായത് ആസ്വദിക്കട്ടെ.